പാശ്ചാത്യരുടെ ഒരു ചൊല്ലുണ്ട്, വിസ്ഡം അറൈസ് ഫ്രം ഈസ്റ്റ്. വിവേകം കിഴക്ക് നിന്ന് ഉദിക്കുന്നു, അവര് പടിഞ്ഞാറെന്ന് പറയുമ്പോൾ നമ്മളെ കിഴക്ക്. അതിന് കാരണം എന്താണെന്നറിയോ? കൊളംബസ് അമേരിക്ക കണ്ടുപിടിക്കുന്നതിന് 1500 കൊല്ലം മുമ്പ് ഇന്ത്യയിൽ യൂണിവേഴ്സിറ്റി ഉണ്ട്. നളന്ദ, തക്ഷശില, ശാരദ സർവകലാശാലയുണ്ട്. 2500 അമേരിക്ക കണ്ടുപിടിക്കുന്നത് 2000 കൊല്ലം മുമ്പ് ഇന്ത്യയിൽ 20,000 കഥാപാത്രമുള്ള മഹാഭാരതം എഴുതിയിട്ടുണ്ട്, രാമായണം എഴുതിയിട്ടുണ്ട്, 18 പുരാണങ്ങൾ എഴുതിയിട്ടുണ്ട്, ഭാഗവതം ഉണ്ട്. ഇതെല്ലാം എഴുതണ്ടെങ്കിൽ 20,000 ആൾക്ക് പേരിടണ്ടെങ്കിൽ പണി എത്രയാ? ഇപ്പൊ 2 മക്കൾക്ക് പേരിടാൻ തന്നെ എത്ര നെറ്റില്ലാ തപ്പുന്നു? 20,000 ആൾക്ക് പേരിട്ടില്ലേ ഒരാള്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അവ പേരല്ലാണെങ്കിലോ എല്ലാ അർത്ഥമുള്ള പേര്. ഇന്നത്തെ പോലെ കോളിംഗ് ബെല്ലിന്റെ പേരൊന്നുമല്ല. എന്റെ വീടിന്റെ അടുത്തുള്ള ഒരു പയ്യന്റെ പേര് ടിങ് ടോങ്. ഞാൻ ചോദിച്ചു എന്താ? രാവിലെ പേര് വിളിക്കാൻ പോകുന്ന ദിവസം രാവിലെ അപ്പുറത്തെ വീട്ടുകാരൻ വന്ന് കോളിംഗ് ബെല്ല് അമർത്തി, ടിങ് ടോങ്, അപ്പ പേര്. അതൊരു ചെറിയ ബുദ്ധിയല്ല. അതല്ല പോട്ടെ, നമ്മുടെ ഇംഗ്ലീഷ് മരുന്നല്ലേ നമ്മളെല്ലാവരും ഇപ്പൊ ഉപയോഗിക്കുന്നത്. ഈ ഇംഗ്ലീഷ് മരുന്ന് കണ്ടുപിടിച്ചത് മെൻഡലിയഫിന്റെ പട്ടിക, 104 മൂലകങ്ങൾ, ഫണല്, ടെസ്റ്റ് ട്യൂബ്, മൈക്രോസ്കോപ്പ്, ലാബറട്ടറി എല്ലാം വന്നതിന് ശേഷമല്ലേ ഇംഗ്ലീഷ് മരുന്ന് കണ്ടുപിടിച്ച്. ഈ ഇംഗ്ലീഷ് മരുന്ന് കണ്ടുപിടിക്കുന്നതിന് 1500 കൊല്ലം മുമ്പ് നമ്മുടെ നാട്ടിലുള്ള മരങ്ങളുടെയും ചെടികളുടെയും ഇലയും തൊലിയും പൂവും കായും വേരും വായിലിട്ട് ചവച്ചരച്ച് നോക്കി അത് അമ്ലഗുണം, ക്ഷാരഗുണം, അസിഡിക്കോ ആസിഡ് ആൽക്കലിയോ നോക്കി, വാദത്തിന് പറ്റുമോ, പിത്തത്തിന് പറ്റുമോ, കഫത്തിന് പറ്റുമോ നോക്കി 1000കണക്കിന് കഷായം, അരിഷ്ടം, ലേഹ്യം, വടകം, ഗുളിക എല്ലാം ഉണ്ടാക്കി വെച്ചില്ലേ. ചെറിയ ബുദ്ധിയാ. ഇതൊന്നും സ്കാനിങ് വിഷയം വന്നതിന് ശേഷം വയറ്റിൽ കിടക്കുന്ന കുട്ടിക്കപ്പ കണ്ണ്, മൂക്ക്, നാക്ക്, കാല്, കൈ, ആണ് പെണ്ണ് വേർതിരിയ, എപ്പോഴാണ് നഖം, എപ്പ മുടി എന്നല്ല കൃത്യം കണക്കിട്ടിപ്പോ. വാച്ച് കണ്ടുപിടിച്ച ഇന്ത്യയിലല്ല, കണ്ണടേന്റെ ഗ്ലാസ് കണ്ടുപിടിച്ച ഇന്ത്യയിലല്ല, കടലാസ് കണ്ടുപിടിച്ച ഇന്ത്യയിലല്ല, അച്ചടി കണ്ടുപിടിച്ച ഇന്ത്യയിലല്ല, ഫാന്, ബൾബ് ഒന്നും കണ്ടുപിടിച്ച ഇന്ത്യയിലല്ല, സിമെന്റ് കണ്ടുപിടിച്ച ഇന്ത്യയിലല്ല, ഇങ്ങിലിരിക്കുന്ന പ്ലാസ്റ്റിക് കണ്ടുപിടിച്ച ഇന്ത്യയിലല്ല, കാറ്, ലോറി ഒന്നും കണ്ടുപിടിച്ച ഇന്ത്യയിലല്ല. നമ്മൾ കണ്ടുപിടിച്ച എന്താ ഉള്ളത്? എന്തുകൊണ്ട് പറ്റി? അവിടെയാണ് കുട്ടികളെ ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ ബുദ്ധിയെ എക്സ്പ്ലോർ ചെയ്യുന്നതിൽ നമ്മുടെ സംസ്കാരം പരാജയപ്പെട്ടു. എക്സ്പ്ലോറിംഗ് ദി മൈൻഡ്, അതായിരിക്കണം വൈബ്. എക്സ്പ്ലോറിംഗ് ദി മൈൻഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആളുകൾ, നമ്മളെ തന്ത വൈബുമാര് നമ്മളോട് പറഞ്ഞെന്താ? നീ ഹര ഹര ശിവ ശിവ എന്ന് ഒരു നാമം ചൊല്ലേടാ, പാമരനെ ഉനക്കതിൽ പാരമെന്നേടാ, യമൻ വന്നാൽ കൊല്ലാത്തവൻ വിടമാട്ട, സാംബ ശിവദാസൻ എന്നാ തൊടമാട്ട. വിടമാട്ട എന്ന് പറഞ്ഞാൽ മണിച്ചിത്രത്താഴ് സിനിമ ഇറങ്ങിയോണ്ട് അതിന്റെ അർത്ഥം അറിയാലോ എല്ലാവർക്കും.